1981 നടന്ന ഡോക്ടറുടെ ജനകീയ വിചാരണയാണ്. അതായത് ഒരു ഡോക്ടറെ ആൾക്കാർ വളഞ്ഞു വയ്ക്കുക, അതിൻ്റെ ഡീറ്റെയിൽസ് വയ്ക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. അതായത് നേരിട്ട് ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ഈ മെഡിക്കൽ കെയർ രംഗത്തേക്ക് ഇടപെടുന്ന ഒരു സംഭവം. അത് ഇന്ന് നമുക്ക് പരിചയമുള്ള ഒരു ഇതല്ല. അത് നമ്മുടെ പൊളിറ്റിക്കൽ പാസ്റ്റ് നമ്മൾ ഓർത്തെടുക്കേണ്ട ഒരു സംഭവമായിട്ട് ഒരു തരത്തിൽ ഇന്ന് നമ്മളൊരിക്കലും ഒരു ഡോക്ടറോട് ഒരു കെയർ വർക്കറോ തിരിച്ചു പോയി താങ്ക്സ് പറയത്തില്ല. നമ്മൾ സുഖമായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകും. അതേപോലെ തന്നെ അവർ ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആക്കാനുള്ള മെക്കാനിസവും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഇതിനെതിരെ ഇവിടെ 81 തന്നെ ഇവിടെ ഒരു മൂവ്മെൻറ്റ് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഡെമോക്രറ്റൈസിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു പൊളിറ്റിക്കൽ എക്സ്പീരിയൻസിൻ്റെ കണ്ടിന്യൂറ്റി നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരാളിൽ നിന്ന് തന്നെ നമുക്കത് അറിയാൻ പറ്റുക എന്ന് പറയുന്ന വലിയ. അപ്പോൾ ഞാൻ ജനകീയ സാംസ്കാരിക വേദിയുടെ ഡോക്ടർ വിചാരണ ചെയ്യുന്ന പരിപാടിയിൽ നേരിട്ട് പങ്കെടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിൻ്റെ കോർ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരാളല്ല. അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇപ്പോൾ സാംസ്കാരിക വേദിയായിട്ടോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രസ്ഥാനങ്ങളായിട്ടോ ബന്ധപ്പെട്ട് ജീവനോടെ ഇരിക്കുന്നവർ പ്രവർത്തിക്കുന്നില്ല. അല്ലാത്തവർ കുറേയൊക്കെ മൺമറഞ്ഞു പോവുകയും ചെയ്തു. 1983 മാർച്ച് 23 ഡോക്ടർ വിചാരണ ചെയ്യുന്നത്. 1983 മാർച്ച് 23 രാവിലെ 8 മണിക്ക്. അന്നൊരു പ്രത്യേക ദിവസമാണ്. കാരണം ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖദേവിനെയൊക്കെ തൂക്കിലേറ്റിയ ദിവസം. അത് വല്ലാത്തൊരു ത്യാഗത്തിൻ്റെ ദിവസം തന്നെയാണ് അത്. അപ്പോൾ അതിനു മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് പെട്ടെന്ന് ഒരു സ്ഥാപനത്തിൽ കയറിയിട്ട് അവിടുത്തെ അഴിമതിക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളൊരു വ്യാമോഹം ആർക്കും ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പായിട്ട് രൂപം കൊണ്ട കുറേ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ ഒരു പിൻബലവും എല്ലാം അതിനുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വയനാട് സാംസ്കാരിക വേദി, കോഴിക്കോട് സാംസ്കാരിക വേദി, രണചേതന എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്. അപ്പോൾ ഇവരൊക്കെ അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് പല സാംസ്കാരിക വേദികൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത് നാടകത്തിലും കവിതയിലും കഥയിലും ഒക്കെയാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സാമൂഹ്യമായിട്ട് ഇടപെടൽ, ഒരു അനീതിക്കെതിരായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള പ്രത്യക്ഷത്തിലുള്ള ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ട് അതിൻ്റെ ചില പരിമിതികളുണ്ടായിരുന്നു. പക്ഷെ അവിടെയാണ് എന്ന് പറഞ്ഞാൽ അവരെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. കാരണം പ്രതിഭാധനരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ജോലി, തൊഴിലോ മറ്റേ ബാക്കിയുള്ള സ്വപ്നങ്ങളൊക്കെ ഉപേക്ഷിച്ച് വന്ന ആൾക്കാരായിരുന്നു അന്നത്തെ ജനകീയ സാംസ്കാരിക വേദിയുടെ മുൻനിരയിലുണ്ടായിരുന്ന ആൾക്കാർ. അവരാണ് ഇങ്ങനെയൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഭൗതിക പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ്. കാരണം എന്താ വെച്ചാൽ, മെഡിക്കൽ കോളേജ് അറിഞ്ഞിരിക്കേണ്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും അത്ര പ്രായമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ മെഡിക്കൽ കോളേജും അവസ്ഥയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഈ കട്ടിലിമിൽ കിടക്കുന്ന രോഗി അന്ന് രാജാവാണ്. ഒന്നുകിൽ ഡോക്ടറെ അടുത്ത് ആദ്യം പോയിട്ട് ഡോക്ടറെ വീട്ടിൽ കാണിച്ച് പൈസ കൊടുത്ത് OPയിൽ വന്ന് ഒരു OP ഷീറ്റ് എടുക്കുന്ന ആൾക്കാണ് കട്ടിലിൻ്റെ മേലെ കിടക്കാൻ പറ്റുക. അല്ലാത്തൊരു കട്ടിലിൻ്റെ അടിയിൽ വരാന്തയിൽ നിങ്ങൾ ധാരാവിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ധാരാവിയിലുള്ള കുടിലുകൾ പോലെ ആൾക്കാരിങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ വേണം ഒരു നേരത്തെ പാടവരമ്പ് പോലെ ഒരു വരമ്പുണ്ടാവും, അതിൻ്റെ ഇടയിൽ കൂടെ വേണം ആൾക്കാർക്ക് പോകാൻ. അപ്പോൾ ചിലപ്പോൾ വീടുകളിൽ ഒരു രോഗി ബൈസ്റ്റാൻഡർ ഉണ്ടാവും. പിന്നെ ഒരു കുട്ടിയൊക്കെ ഉള്ളെങ്കിൽ അവരെയും കൂടെ കൂട്ടിയിട്ടാണ് പോരുക. കാരണം അവരെ ഒറ്റയ്ക്കാക്കിയിട്ട് പോരാൻ പറ്റില്ലല്ലോ, രാത്രിയും പകലും കൂടി ഇരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്ന് പലപ്പോഴും ഡോക്ടർമാർ റൗണ്ട്സിന് വരുമ്പോൾ പ്രതീക്ഷയോട് കാത്തിരിക്കുകയായിരിക്കും രോഗികൾ, എന്നെ ഒന്ന് നോക്കുമോയെന്ന്. എന്ന് പറഞ്ഞാൽ വാർഡിൽ കിടക്കുന്ന രോഗികളെ ഒന്ന് നോക്കുമെന്ന് വിചാരിച്ചിട്ട് അയാൾ വരുമ്പോൾ എഴുന്നേറ്റിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അയാൾ ആ ഭാഗത്തേക്കേ തിരിഞ്ഞു നോക്കില്ല. എന്ന് മാത്രമല്ല, അയാളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പൈസ കൊടുത്ത ആൾക്കാരൊക്കെ കൃത്യമായിട്ട് അയാൾക്ക് അറിയാം. ആ കാര്യത്തിലുള്ളൊരു സ്കില്ല് വളരെ വലുതാണ് ഈ ഡോക്ടർമാർക്ക്.
അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ അവർ തിരിഞ്ഞു നോക്കുള്ളൂ. അല്ലെങ്കിൽ അതുവരെ പോയിട്ട് ഇപ്പോൾ നിങ്ങളെയൊക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് പോരുകയാണെങ്കിൽ തൊട്ടപ്പുറത്ത് ആൾ പൈസ കൊടുത്തിട്ടുണ്ടാവില്ല, അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല, നിങ്ങൾ പൈസ കൊടുത്തായിരിക്കും. അങ്ങനെയാണ് പിന്നെ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നൊരു സംവിധാനം. അപ്പം അന്ന് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതിനെതിരായിട്ട് പിന്നെ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കിടയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ, അതിനെതിരായിട്ടുള്ള ഒരു മനോഭാവമുള്ള ഒരുപടി ആൾക്കാരുണ്ടായിരുന്നു. പറഞ്ഞാൽ നിലവിലുള്ള മെഡിക്കൽ പ്രാക്ടീസിനെതിരായിട്ട് പിന്നെ അതിൻ്റെ കടക്കിൽ കത്തിവയ്ക്കുന്ന രീതിയിൽ ഈ ഇല്ലച്ചിൻ്റെ ലിമിറ്റ്സ് മെഡിസിനൊക്കെ വാങ്ങിച്ച് ധാരാളം വിതരണം ചെയ്യും, കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് ശരിക്കും ഒരു കമ്മ്യൂൺ ലൈഫാണ് അവരുടേതായിരുന്നത്. കാരണം റൂമുകൾക്ക് പൂട്ടില്ല, ആരാണ് ആദ്യം വരുന്നത് വെച്ചാൽ അവർ കയറി കിടക്കും. ആരാണ് ആദ്യം വരുന്നത് വെച്ചാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും അവിടെ ഹോസ്റ്റൽ സൗകര്യമുണ്ട്. ഇവരെ കാണാൻ വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, സുഹൃത്തുക്കൾ, പൊതുപ്രവർത്തകർ, മറ്റേ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ കയറി കിടക്കും അവിടെ. ഇവർ വന്ന് നോക്കുമ്പോൾ അവിടെ ഒഴിവില്ലാന്നുണ്ടെങ്കിൽ ടെറസിൻ്റെ മേലെ പോയി കിടക്കും, ഇവരുടെ അക്കൗണ്ടിൽ ഭക്ഷണം കഴിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു കമ്മ്യൂൺ ലൈഫ് ഉണ്ടായിരുന്ന ഒരു കോളേജാണിത്. അപ്പോൾ അതാണ് അതിൻ്റെ അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം. അവർ ശരിക്കും അന്ന് നടന്നിരുന്ന പ്രാക്ടീസിനെതിരായിട്ട് ഒരു മനോഭാവമുള്ള ആൾക്കാരും ആയിരുന്നുകൊണ്ടാണ് ഇല്ലച്ചിൻ്റെ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച്, ഇല്ലച്ചിൻ്റെ മാത്രമല്ല അങ്ങനെ പല സാധനങ്ങളും പല രീതിയിലുള്ള, പിന്നെ ഒരു മാഗസിൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ബുള്ളറ്റിൻ പോലുള്ള സാധനം, ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇറക്കിയിട്ടുണ്ടായിരുന്ന ഒരു ബുള്ളറ്റിൻ ഉണ്ട്, കുറേയൊക്കെ ഇറങ്ങിയത്. അത് ഈ ആരോഗ്യ രംഗത്തുള്ള മരുന്ന് വ്യവസായത്തിനെതിരായിട്ടും ഡോക്ടർമാരുടെ ഇതിനെതിരെ ആയിട്ടൊക്കെ ഉള്ള സാധനമായിരുന്നു അത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ നിലവിലുള്ള പ്രാക്ടീസിനെതിരായിട്ടുള്ള ഒരു ശക്തി വളർന്നു വന്നിരുന്നു. അവരുടെ പിൻബലത്തോടു കൂടിയാണ് ജനകീയ സാംസ്കാരിക വേദി അവിടെ ഇടപെടുന്നത്. ജനകീയ സാംസ്കാരിക വേദി ഇടപെടുമ്പോൾ അവർ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ, പക്ഷേ അതിൽ ഈ ജനകീയ സാംസ്കാരിക വേദിയായിട്ട് നേരിട്ട് ബന്ധമുള്ളവരോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയം അംഗീകരിക്കുന്ന ആൾക്കാർ മാത്രമൊന്നുമല്ല, പൊതുവെ പൊളിറ്റിക്കലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ പോലും പലർക്കും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഈ കൂട്ടത്തിൽ അങ്ങോട്ട് കൂടി അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ അവർ കൊടുക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഷ്യൻ്റ് കിടക്കുന്നു ചോദിക്കുക, എവിടെ നിനക്ക് പോസ്റ്റിംഗ് കൂടുതലുള്ള ഒരാളോട് ചോദിച്ചാൽ എനിക്ക് 22 പോസ്റ്റിംഗ്, 22 പേഷ്യൻ്റ് കേസ് ഷീറ്റ് വേണം, അയാളുടെ ഡീറ്റെയിൽസ് വേണം എന്ന് പറഞ്ഞാൽ മൂപ്പര് ആ കേസ് ഷീറ്റ് എടുത്ത് നമുക്ക് കൊണ്ടുതരും. ആ അഡ്രസ്സ് പിടിച്ചിട്ടാണ് നമ്മൾ ഈ പേഷ്യൻ്റെ വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തി കഴിഞ്ഞിട്ട് അവരോട് ചോദിക്കും, കാര്യങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് നിങ്ങളുടെ മെഡിക്കൽ കോളേജിലെ അനുഭവങ്ങൾ എന്ന് ചോദിക്കും. അപ്പോൾ അവിടുന്ന് നേരിട്ട് കിട്ടിയുള്ള അനുഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മളൊരു കുറ്റപത്രം തയ്യാറാക്കുന്നത്. ആ കുറ്റപത്രത്തിൽ ഒരു 10-12 ഡോക്ടർമാരുടെ പേരുണ്ടായിരുന്നു. അതിൽ പിൽക്കാലത്ത് നമ്മൾ ഒരു ഖേദം ഉണ്ടായിരുന്നതിൽ രാമേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അയാൾ 100 രൂപ അയാളുടെ പിന്നെ ഫീസ് തന്ന്. പുള്ളി പിന്നെ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഈ പ്രൊഫഷനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളുമായിരുന്നു. അയാൾക്ക് അന്നൊക്കെ മെഡിക്കൽ കോളേജ് ലൈബ്രറിയിലൊന്നും വലിയ കാര്യമായിട്ട് പുസ്തകങ്ങൾ ഉണ്ടായില്ലായിരുന്നു, റെഫറൻസിനും മറ്റേ ഇതിനൊന്നൊക്കെ ആയിട്ട്. അപ്പോൾ അയാൾ ഈ പൈസ മുഴുവൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അത് ചിലപ്പോൾ നമ്മളൊരു 10 ലക്ഷം രൂപയ്ക്ക് ഇൻഷുർ ചെയ്യുന്ന പോലെ ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഉറക്കില്ല. അയാളായിരിക്കും രോഗിയുടെ ബൈസ്റ്റാൻഡറും ബാക്കി കാര്യങ്ങളൊക്കെ. അയാളും ആ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അയാൾ മാത്രം, ബാക്കിയുള്ളവർ എല്ലാവരും പിന്നെ കറക്റ്റഡായിട്ടുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ ഈ പ്രവർത്തനങ്ങൾ അങ്ങനെ സജീവമായിട്ട് നടക്കി. അവിടുത്തെ വിദ്യാർത്ഥികളുടെ മൗനാനുവാദത്തോടു കൂടിയും, മൗനാനുവാദം മാത്രമല്ല അല്ലാതുള്ള സപ്പോർട്ടോടു കൂടിയൊക്കെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയും ഒരു അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തു. ഈ അന്വേഷണ റിപ്പോർട്ടിൽ കുറ്റക്കാരായുള്ള ആൾക്കാരുടെ പേരുകൾ മുഴുവൻ ഉണ്ടായിരുന്നു. മാത്രമല്ല കുറ്റക്കാരിൽ ഈ ഡോക്ടർമാരിൽ നിന്ന് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള കഷ്ടതകൾ അനുഭവിച്ചിട്ടുള്ള രോഗികളുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാർക്കും നിഷേധിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഒരു ദിവസം രാവിലെ, അപ്പോൾ അന്നത്തെ ഒരു പൊതുവായിട്ടുള്ളൊരവസ്ഥ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് മെഡിക്കൽ കോളേജ് മാത്രമാണ് വിദഗ്ധ ചികിത്സയ്ക്കുള്ളൊരു സ്ഥലം. അന്ന് അവിടെ മേയറായിരുന്ന ഒരാളുണ്ടായിരുന്നു, നാരായണൻ നായർ. അയാൾക്കൊരു കട്ടിൽ കിട്ടി. അന്ന് CBC-കാരുടെ അവിടുത്തെ വലിയ ഡോക്ടറാണ്. CBC-കാർക്ക് കുറച്ച് രാഷ്ട്രീയ താല്പര്യങ്ങളും ഒക്കെ ഉണ്ട് താനും. നാരായണൻ നായർക്ക് ഒരു കട്ടിലൊക്കെ മൂപ്പര് സംഘടിപ്പിച്ച് കൊടുത്ത് മൂപ്പര് ട്രാൻസിസ്റ്ററൊക്കെ ആയിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത്.
അപ്പോൾ അന്ന് മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ ഇത് അനുവദിക്കാറില്ല. മൂപ്പര് ഇത് തലയ്ക്ക് ട്രാൻസിസ്റ്ററൊക്കെ വെച്ച് പാടിച്ച് അടിച്ച് പൊളിച്ച് മേയറാണല്ലോ, അപ്പം മേയറാണ് അയാൾ. അപ്പോൾ അന്നത്തെ അവസരൻസ് പറഞ്ഞു, അയാൾ ട്രാൻസിസ്റ്റർ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ വാർഡിലേക്ക് കയറില്ല പറഞ്ഞു. ആ വാർഡിലേക്ക് കയറില്ല എന്ന് പറഞ്ഞു. പക്ഷേ CBC വാരെ പോലൊരാൾ അയാളുടെ ഷെൽട്ടറിൽ പോലെയുള്ളൊരു സ്ഥലത്താണ് ഇയാളെ കിടത്തിയിരിക്കുന്നത്. പക്ഷേ അതുപോലും മറികടന്നുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറില്ല എന്ന് പറയും, അയാളെ കൊണ്ട് അത് ഉപേക്ഷിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ വിദ്യാർത്ഥികളുടെ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളോടുള്ള സമീപനം എന്താണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ പിന്നെ വിശദമായിട്ടുള്ള പല രീതിയിലുള്ള ആലോചനകളും മറ്റതൊക്കെ നടത്തിയതിന് ശേഷം ഇയാൾ അപ്പോൾ ഈ വിചാരണ നടത്തണം എന്ന് ഉദ്ദേശിച്ച ആൾക്കാർ ചെറിയ രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണുന്ന ആൾക്കാരല്ല. അവർക്ക് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ പോലൊരു സ്കൂൾ സ്ഥാപിക്കണമെന്നും ന്യൂ ലെഫ്റ്റ് റിവ്യൂ പോലൊരു പ്രസിദ്ധീകരണം ഇറക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ് അവർ. എന്ന് പറഞ്ഞാൽ ആ രീതിയിലൊക്കെ ഇറക്കാൻ പറ്റുന്ന ആൾക്കാരുമാണ്. കാരണം അതിൻ്റെ ഭാഗമായിട്ട് അവർ ഗ്യാംജിൻ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ സ്ഥാപിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളോട് മുന്നോട്ടൊക്കെ പോയി പിൽക്കാലത്ത് അങ്ങനെ സ്ഥാപിക്കേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ലാതിരിക്കുകയും, പക്ഷേ ചില രാഷ്ട്രീയ മാനിഫെസ്റ്റോകൾ വെച്ചിട്ട് തട്ടിക്കൂട്ടിയിട്ടുള്ള ചില പ്രസ്ഥാനങ്ങൾ ഇവരെ ഒതുക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് ഇവർ നിരാശരായത് ശരിക്കും. കാരണം ഇവർക്ക് എന്തൊക്കെയോ വലിയ ത്യാഗം സഹിച്ച് വന്നിട്ടുള്ള ആൾക്കാരായിരുന്നു ഇവർ. അപ്പോൾ അവരെ അംഗീകരിക്കാൻ ഒരു കൂട്ടായില്ല എന്നുള്ളതാണ്. അത് വല്ലാത്തൊരു ആഘാതമായിപ്പോയി. ആ ആഘാതത്തിൽ തകർന്നു പോയ ആൾക്കാരുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അങ്ങനെ ഒരാളെ ഞങ്ങൾ കാണാൻ പോയി. അയാളിപ്പോഴും നോർമലല്ല. അവരാണ് വിചാരണ ചെയ്യാൻ തീരുമാനിച്ചത്. വിചാരണ ചെയ്യുമ്പോഴത് ഏത് രീതിയിലാവണം എന്നുള്ളതിനെക്കുറിച്ചാണ് അവർ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. അത് സാധാരണ ഒരു രീതിയിൽ ഇപ്പോൾ ഘെരാവുകളൊക്കെ അന്ന് നടക്കുന്നുണ്ട് പലയിടത്തും, ഓഫീസുകളിലും മറ്റിടത്തുമൊക്കെ ഘെരാവുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഘെരാവ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അത് പോലീസ് വരും, പിടിക്കും, ഇതാക്കും. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് വേണ്ടതെന്നുള്ള നിലയ്ക്കാണ് ഇയാളെ വിചാരണ ഒരു ഡോക്ടർ ജോർജ് ഉണ്ടായിരുന്നു. അയാളായിരുന്നു വളരെ മോശമായ രീതിയിൽ രോഗികളോട് പെരുമാറുകയും പിന്നെ സ്വന്തം ജീവിതമാർഗമായിട്ടുള്ള ആടിനെ വരെ വിൽപ്പിച്ചിട്ട് ആ പൈസ കൊണ്ട് കൊടുത്തപ്പോൾ ഇതിൻ്റെ പട്ടിക്ക് ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ തികയില്ല എന്ന് പറഞ്ഞാൽ അവരുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്ത ഡോക്ടറാണ് അയാൾ. അപ്പോൾ അയാളാണ് ആദ്യത്തെ ടാർഗറ്റ്. അയാളോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, നിങ്ങളെങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മറ്റുള്ളവരാരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ തോക്കുമായിട്ടാണ് വരിക, അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വരട്ടെ എന്ന്. ഇയാൾ എക്സ് മിലിറ്ററിക്കാരനാണ്. അപ്പോൾ നമുക്കും കുറച്ചൊരു ധൈര്യമായി. അയാളുടെ തോക്കായിട്ടാണല്ലോ വരിക. അയാൾ സർജൻസ് ക്വാർട്ടേഴ്സിൻ്റെ പുറകിൽ കാറ് നിർത്തി ഇറങ്ങിയപ്പോൾ കയറി പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം എന്ന് പറഞ്ഞു. അതാണല്ലോ മാന്യമായിട്ട് പറയാവുന്നൊരു കാര്യം. അയാളൊന്നും പറഞ്ഞില്ല. അയാളെ പിടിച്ച് ഒരു റൗണ്ട് അടിക്കുന്നത്ര സ്ഥലം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൻ്റെ ഹൗസ് സർജൻസ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൗസ് സർജൻസ് ക്വാർട്ടേഴ്സ് നിന്ന് അവിടെ നിന്നിട്ട് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മൾ മെഡിക്കൽ കോളേജ് സർക്കിളിൽ എത്തണമെങ്കിൽ ഒരു 500 മീറ്ററുണ്ട്. അത്രയും ദൂരം ഇയാളെ ഒരു ചെരുപ്പുമാലിട്ട് ഒരു പ്ലക്കാർഡ് തൂക്കി, ഞാനാണ് കൈക്കൂലിക്കാരനായ ഡോക്ടർ ജോർജ് എന്ന് പറഞ്ഞ കൈക്കൂലിയൊക്കെ ഒരു പ്ലക്കാർഡൊക്കെ തൂക്കിയിട്ട് ഇയാളെ നടത്തിച്ചു. വഴിക്ക് വെച്ചിട്ട് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ കൂടെ പോകുന്നു. പോലീസുകാർ ഇത് കണ്ടപ്പോൾ പോലീസുകാർ ഓടി പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ കയറി. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ MSPക്കാരെ വിളിച്ചു. അവർക്ക് ഫോഴ്സ് പോരാൻ തോന്നി അവർക്ക്. കാരണം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ. പക്ഷേ ഞങ്ങളെക്കുറിച്ചുള്ള ധാരണ, നമ്മളെത്ര പട്ടിണി കിടന്നിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിലും നമ്മൾ വളരെ ശക്തരാണെന്നുള്ളൊരു ധാരണ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഞങ്ങളെ നേരിടാൻ ധൈര്യമില്ല. അതുകൊണ്ട് അവർ MSPക്കാരെ വിളിച്ചു. MSPക്കാർ KAPക്കാരെ വിളിച്ചു. അങ്ങനെ KAPക്കാരാണ് ഒരു 3-4 വണ്ടികൾ വന്നിട്ട് അപ്പോഴേക്കും ഞങ്ങൾ ഡോക്ടർ ജോർജിനെ വിചാരണ ചെയ്ത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചില വിദ്യാർത്ഥികൾ നമ്മളെ കാണുന്നുണ്ട്. കാരണം സാറിന് ചെരുപ്പുമാലയൊക്കെ ഇടിപ്പിച്ച് കൊണ്ടുപോകാണല്ലോ, ഇയാൾ ദൈവമാണല്ലോ. അപ്പോൾ ഇവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ പോയിക്കോളൂ,
നിങ്ങൾ ക്ലാസ്സിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോകാതിരിക്കുക എന്ത് ചെയ്തെന്ന് നമുക്കറിയില്ല, അതൊന്നും നോക്കാനുള്ള നേരമില്ല നമുക്ക്. നമ്മൾ പരിപാടിയായിട്ട് മുന്നോട്ട് നീങ്ങി. അപ്പോൾ അവിടെ ഒരു സർക്കിളുണ്ട്, ആ സർക്കിളിൻ്റെ റോഡിൻ്റെ നടുക്കൊരു ജംഗ്ഷനാണ്. അതിൻ്റെ മേലെ അയാൾ കയറ്റി നിർത്തിയിട്ട് അയാൾക്കെതിരായിട്ടുള്ള കുറ്റപത്രം വിശദമായിട്ട് വായിച്ചു കഴിയുമ്പോഴേക്കും ആൾക്കാർ കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു വെച്ചാൽ, ചില ആൾക്കാർ ഇയാൾ ഒരിക്കലും തിരിഞ്ഞു നോക്കാത്ത രോഗികളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പലരും പിന്നെ വീട്ടിലേക്ക് പോവുമല്ലോ, സ്വാഭാവികമായിട്ടും ഡിസ്ചാർജൊക്കെ വാങ്ങിച്ച് പോവുമല്ലോ. അവർ ചിലർ ഇയാളുടെ നേരെ വിരലി കൊണ്ടിട്ട് പറഞ്ഞു അവനെ കൊല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്കാർ ആക്രോശിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ മുമ്പുള്ളൊരു വേറെ ചെറിയ കഥയും കൂടി ഉണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ കാലം ഈ മെഡിക്കൽ കോളേജിൽ കിടന്നിട്ട് യാതൊരു ചികിത്സയും ലഭിക്കാത്ത ചില രോഗികൾ ഈ ആസ്പത്രിൻ്റെ മുകളിൽ നിന്ന് കയറി ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അത്ര മോശമായിരുന്നു അവിടുത്തെ സ്ഥിതി. പക്ഷേ ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജ് അതല്ല. അന്ന് അവിടെ മേയർ കിടന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ അവിടെ പോയി കിടക്കില്ല. ഇപ്പോഴും ഒരുപാട് സ്വകാര്യ ആശുപത്രികളായി, സാമൂഹിക സാഹചര്യങ്ങളിൽ കുറേ മാറ്റങ്ങൾ വന്നു, അങ്ങനെയൊക്കെ വന്നു. അങ്ങനെ ഇയാളെ വിചാരണയൊക്കെ ചെയ്ത് ഇയാളെ ഒരു പോറൽ ഏൽപ്പിച്ചില്ല. ഇയാളെ പിടിച്ച് ഗേറ്റ് കടത്തി വിട്ടു കോളേജിലേക്ക്. പക്ഷേ അത് പിറ്റേന്ന് വലിയ വാർത്തയെന്ന് മാത്രമല്ല, അത് എല്ലാ പത്രങ്ങളും അത് കവർ ചെയ്തു. അതിൻ്റെ പിറ്റേന്ന് ഇവരൊക്കെ ഈ ലിസ്റ്റിലുണ്ടായിരുന്ന സർവ്വ ഡോക്ടർമാരെയും ട്രാൻസ്ഫർ ചെയ്തു ഗവൺമെൻറ്. അതാണ് അതിൽ ആകണ്ടായിട്ടുള്ള വലിയൊരു മെച്ചം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഈ പ്രവൃത്തിക്ക് കിട്ടിയൊരു അംഗീകാരമായിരുന്നു അത്. അതിനെ തുടർന്ന് ദേശീയ പത്രങ്ങളിൽ പല ആൾക്കാരും ഇത് റിപ്പോർട്ട് ചെയ്യാൻ വന്നു. അതിൽ പ്രധാനമായിട്ട് വന്നത് രാജീവ് തിവാരി എന്ന് പറഞ്ഞ ഒരാളാണ്, ടൈംസ് ഓഫ് ഇന്ത്യൻ്റെ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുള്ള. അയാൾ സ്റ്റാഫ് കറസ്പോണ്ടൻ്റ് ആയിരുന്നു അവിടുത്തെ. അയാൾ വന്നിട്ട് അത് ഗംഭീരമായിട്ട് റിപ്പോർട്ട് ചെയ്തു. അതോടുകൂടി അത് ഇന്ത്യ മുഴുവൻ പിന്നെ വൈറലായ സാധനം. അതുമാത്രമല്ല, ഞങ്ങൾ ആ വർഷം മെഡിക്കോ ഫ്രണ്ട്സ് സർക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. എന്ന് പറഞ്ഞാൽ പഴയ നക്സലൈറ്റുകൾ പൊതു രംഗത്ത് നിന്ന് പബ്ലിക് ഡൊമൈനിൽ നിന്ന് പിൻവാങ്ങിപ്പോയപ്പോൾ ഓരോരുത്തരുടെ പ്രൊഫഷനിൽ അവരേർപ്പെട്ടിരിക്കുന്ന പിന്നെ മേഖലകളിൽ ഉള്ള ആൾക്കാരെല്ലാം കൂടെ ഉണ്ടാക്കിയിട്ടുള്ള ആക്ടിവിസ്റ്റുകൾ, ഡോക്ടേഴ്സ്, വിദ്യാർത്ഥികൾ, അങ്ങനെയുള്ള ആൾക്കാരുടെ എല്ലാം കൂടെ ഒരു സാധനമായിരുന്നു അന്നത്. ഇന്നിപ്പോൾ അത് അതിൻ്റെ 19 കൊല്ലമായില്ലേ, അതിൻ്റെ മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബംഗാൾ കൽക്കത്തയിൽ വെച്ചിട്ടായിരുന്നു അതുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ ചെയ്തതിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് മനസ്സിലാകുന്നത്. കാരണം ആൾക്കാർ നമ്മളെ വളഞ്ഞു. കൽക്കത്ത മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ നിങ്ങൾ ഞങ്ങളുടെ ക്യാമ്പസിൽ വരണമെന്നും വന്നിട്ടേ പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ഇവിടെ എന്ത് സംഭവിച്ചു വെച്ചാൽ, നമ്മളുടെ കാലിൻ്റെ ഇടയിൽ മണ്ണൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള അതിൻ്റെ ഉള്ളിലുള്ള അന്തസംഘർഷങ്ങളാൽ ഈ സാധനം പിന്നെ ഇല്ലാതെയായി എന്ന് പറയാം സത്യത്തിൽ. അങ്ങനെയുള്ള ഞങ്ങൾ അങ്ങനെ അവരോട് പോയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റില്ലല്ലോ, നമ്മളങ്ങോട്ട് പോയില്ല. പക്ഷേ അതിനുശേഷം മെഡിക്കൽ കോളേജ് ഇപ്പോൾ പഴയ പോലെയൊക്കെ തന്നെയായി. പിന്നെ ഇപ്പം കഴിഞ്ഞ വർഷമാണ് മനോരമയെന്ന് ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, ഒരു വിചാരണയ്ക്കും കൂടെയുള്ള സമയമായില്ലേ മെഡിക്കൽ കോളേജിൽ നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു വിചാരണ കഴിഞ്ഞു, അതിന് ശേഷം വീണ്ടും ഒരു വിചാരണ നടന്നു എന്നുള്ള അവിടെ തമാശ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനങ്ങൾ ശിഥിലമായി കഴിഞ്ഞപ്പോൾ അതിലൊരു ഫ്രാക്ഷൻ അവിടെ നന്ദകുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു നന്ദകുമാറില്ല കാർഡിയോത്തോറാക്സ് സർജൻ ഉണ്ടായിരുന്നു. അയാളെ വളഞ്ഞു വെച്ചപ്പോൾ തമാശ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒരിക്കലും ഒരു പൈസ കൈക്കൂലി വാങ്ങിക്കാത്ത അനസ്തേഷ്യയിലുണ്ടായിരുന്ന HOD രാജഗോപാലൻ സാറ് ഇവരുടെ ഈ വലയം ഭേദിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി എന്നിട്ട് പറഞ്ഞു എന്നെയും കൂടെ വിചാരണ ചെയ്തോന്നു. അതോടുകൂടി മറ്റവരുടെ കാറ്റുപോയി. അപ്പോൾ ഒരിക്കലും നമ്മൾ പ്രയോഗിച്ചിട്ടുള്ളൊരു സമരരീതി രണ്ടാമത് പ്രയോഗിക്കുമ്പോൾ ആദ്യത്തെ അത്ര ഇഫക്റ്റീവ് ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പിന്നെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു യുദ്ധമുറ രണ്ടാമത് ആവർത്തിക്കുമ്പോൾ മറ്റവർക്ക് അതിജീവിക്കാൻ എളുപ്പം കഴിയും. അപ്പോൾ അത് അങ്ങനെ പോയി. അപ്പോൾ രണ്ടാമതല്ല, ഇപ്പോഴ് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേയേറെ സ്വകാര്യ ആശുപത്രികൾ കോഴിക്കോട് വന്നു. പണ്ട് മലബാറിലെ വലിയ ചികിത്സാ സൗകര്യം എന്തായിരുന്നു, കുറേയേറെ പിന്നെ സ്വകാര്യ ആശുപത്രികൾ വന്നു. മിക്കവാറും ആൾക്കാരുടെ മക്കളൊക്കെ പുറത്തും കാനഡയിലും ജർമ്മനിയിലും എവിടെയും ഇവിടെയൊക്കെയായി.
അവർ കാശ് അയച്ചു കൊടുക്കും, ഇവർ സ്വകാര്യ ആശുപത്രിയിൽ പോകും, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും സൗകര്യങ്ങളൊക്കെ ആയിട്ട് അവർ അങ്ങനെ പോവുകയാണ്. മെഡിക്കൽ കോളേജിൽ പണ്ടത്തെ പോലെ തിരക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെന്ന് കയറുമ്പോൾ ഇങ്ങനെ പോരാവാരം പോലെ രോഗികൾ കിടക്കുന്നൊരവസ്ഥയല്ലേ എപ്പോഴും. മാത്രമല്ല ആരൊക്കെയോ ഇടപെട്ടിട്ട് കുറച്ചൊക്കെ അത് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ചില സ്വകാര്യ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള ആൾക്കാർ, പിന്നെ ഭക്ഷണം കൊടുക്കാനും മരുന്ന് കൊടുക്കാനൊക്കെ ആയിട്ട് ചില സന്നദ്ധ സംഘടനകൾ ഒക്കെ ഉണ്ട്. ഒരുപാട് സന്നദ്ധ സംഘടനകൾ പുറത്തുണ്ട് ഭക്ഷണം കൊടുക്കാൻ. ഇപ്പം ഭക്ഷണം കോർപ്പറേഷൻ്റെ ഒക്കെ വേറെ ഭക്ഷണമുണ്ട്. ഇപ്പം ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് എങ്ങനെ പിന്നെ നിയന്ത്രിക്കാമെന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ കുര്യാക്കോസൊക്കെ സൂപ്രണ്ടായിരുന്നു ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എല്ലാവരും ഭക്ഷണം കൊടുക്കുന്നുണ്ട്, എല്ലായിടത്തും പോയിട്ട് ഭക്ഷണം വാങ്ങിക്കും. ഒരു ഭാഗത്ത് ഇറച്ചിയാണെങ്കിൽ ഒരു ഭാഗത്ത് മീനായിരിക്കും, ഒരു ഭാഗത്ത് വെജായിരിക്കും, എല്ലാം പോയിട്ട് വാങ്ങിച്ചിട്ട് പോരും. ഇത് ഒരാൾക്ക് തിന്നാൻ പറ്റുന്നില്ല, തിന്നാൻ പറ്റില്ല. ആ രീതിയിലൊക്കെ കാര്യങ്ങൾ മാറി. പണ്ട് പട്ടിണീൻ്റെ ഒരു വല്ലാത്തൊരു മൂർധന്യാവസ്ഥയിലായിരുന്നു 10-45 കൊല്ലം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കേരളീയ സമൂഹം മുഴുവൻ. അപ്പോൾ കുറച്ച് മാറിയുള്ളതുകൊണ്ട് അതിദരിദ്രരായിട്ടുള്ള ആൾക്കാരില്ല എന്നുള്ള ഈ കണക്ക് വെച്ചിട്ടല്ല കേട്ടോ ഞാൻ പറയണത്. അല്ലാതെ തന്നെ ഇപ്പോൾ കോഴിക്കോട് ഇങ്ങനെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചില ചോദ്യങ്ങൾക്ക് നമ്മൾ ഒരുമിച്ച് ഉത്തരം കണ്ടെത്തേണ്ടി വരും. ചില ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ പറ്റുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ മുന്നോട്ട് നീങ്ങാം. ഈ വേണു പറഞ്ഞതിൽ കുറ്റപത്രത്തിൽ 12 പേര് അല്ലേ? 11. അപ്പം പിന്നെ ഒരു ആളെ മാത്രം വന്ന് വിചാരണ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ട്? അതിൽ പ്രയോറിറ്റി നോക്കിയിട്ട് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ വേണു പറഞ്ഞു, മെഡിക്കൽ കോളേജിൽ തിരക്കില്ല എന്ന്. മെഡിക്കൽ കോളേജിൽ തിരക്ക് തന്നെയാണ്. അതെ, അന്നത്തെ തിരക്ക് അതിനേക്കാളും എത്രയോ ബെഡ് കൂടി, അന്നത്തെ നമ്പറിനേക്കാളും ബെഡ് കൂടി. എന്നാലും ഇപ്പോൾ പിന്നെ അഡ്മിഷൻ ഡേയ്സിൽ മെഡിക്കൽ, സർജിക്കൽ, ഓർത്തോ വാർഡിലെല്ലാം ആ വാർഡ് നിറഞ്ഞ് അടുത്ത വാർഡിലേക്ക് എൻക്രോച്ച് ചെയ്ത് മെയിൻ കൊറിഡോറിലെല്ലാം പേഷ്യൻസാണ്. സർജറിക്ക് 6-7 മാസമൊക്കെ വെയിറ്റ് ചെയ്യുന്ന സ്ഥിതികളും ഉണ്ട്. ഇത്തരം ഒരു ജനകീയ വിചാരണ കൊണ്ട് കേരള സമൂഹത്തിൽ ഗുണപരമായ എന്തെങ്കിലും മാറ്റം ഉണ്ടായെന്നുള്ള വിലയിരുത്തലുണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ? അന്ന് ഗുണപരമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് തുടക്കത്തിൽ. പക്ഷേ അത് നിലനിർത്താൻ ആ പ്രസ്ഥാനത്തിന് പറ്റിയില്ല. അതോടുകൂടി നമ്മളുടെ അടുത്ത് കൈവിട്ടു പോയി കാര്യങ്ങൾ. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഉണ്ടായത്. അല്ല, പ്രസ്ഥാനം എന്നും അത് ജനകീയ വിചാരണ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ തന്നെ പൊതുവെ കേരളീയ മനസ്സിൽ ഇത്തരൊരു സംഭവം ഒരു പോസിറ്റീവായിട്ടുള്ള അനീതിക്കെതിരെ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു സാധനം അല്ലെങ്കിൽ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാൻ ഉള്ള സാധ്യത ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ബോധം ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞോ എന്നൊരു ചോദ്യം. അങ്ങനത്തെ ഒരു ബോധം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടോ നമുക്ക്? അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം പല സ്ഥലങ്ങളിലും ആൾക്കാർ ഞങ്ങൾ ജനകീയ വിചാരണ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ കുട്ടിച്ചു ചില അനീതിക്കെതിരായിട്ട്. പക്ഷേ അതൊന്നും ഈ രീതിയിൽ ഓർഗനൈസ്ഡ് ആയിരുന്നില്ല, അത് പൊളിറ്റിക്കലും ആയിരുന്നില്ല. അതൊരു വൈരാഗ്യത്തിൻ്റെ പുറത്ത് അങ്ങനെയൊക്കെ അങ്ങനെ നടക്കും. അവയോട് അതെ. എടുത്തതിൽ ചൈനയിൽ ഈ സംസ്കാര വിപ്ലവ കാലത്ത് ഒരുപാട് ജനകീയ വിചാരണ അതിൻ്റെ ഒരു ഇത് ഫോം എടുത്തിട്ടുണ്ട് അവർ. അതായത് വളരെ ന്യൂ ആയിട്ട് ഇവിടുന്ന് മാത്രം ഉണ്ടായൊരു സാധനം ആവണമെന്നില്ല. കാരണം മിക്കവാറും ചൈനയിൽ നിന്ന് സംസ്കാര വിപ്ലവത്തിന് ഒരു ഡ്യൂപ്ലിക്കേഷൻ മാതിരി കുറേ കാര്യങ്ങൾ ഇവിടെയൊക്കെ നടന്നിട്ടുണ്ട്. അല്ല, ഇന്നും ഇപ്പോൾ ഈ പറയുന്ന നേതൃത്വം അല്ലെങ്കിൽ പ്രൊഫഷണലിസത്തിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽസിന് ഈ ഒരു ബോധം ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇത്തരമൊരു പ്രവർത്തനത്തിലൂടെ. അതുണ്ടാവും. കാരണം അന്ന് ഉണ്ടായിരുന്ന പോലത്തെ ഈ വേണു പറഞ്ഞ പോലെ ഇൻസിഡൻസ് ഉണ്ടല്ലോ, അതേപോലെ സംസാരിക്കുന്ന ആരും ഇപ്പം മെഡിക്കൽ കോളേജിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ കുറേ പേരായിട്ട് ഇങ്ങനെ ഇടപെടുമ്പം പിന്നെ ഒരു
ഈ റൗണ്ട്സ് എടുക്കുമ്പം പൈസ കിട്ടിയവരെ മാത്രമേ നോക്കുള്ളൂ, മറ്റവരെ മൈൻഡ് ചെയ്യില്ല എന്നുള്ളതൊന്നും ഇപ്പം നടക്കും തോന്നുന്നില്ല. അങ്ങനെ ആരും ചെയ്യുന്ന ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ അത് ഇതിൻ്റെയൊക്കെ ഒരു ഇഫക്റ്റ് തന്നെയായിരുന്നു. അല്ല, അതിലെന്താന്ന് വെച്ചാൽ ഒരു ശ്രീനിവാസൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡിയോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അയാൾ പിന്നെ ഒരു തമാശയൊക്കെയാണെങ്കിലും കാര്യത്തിനാണെങ്കിലും ഒരു രോഗി പിന്നെ റേഡിയേഷനും കീമോ എന്തൊക്കെയോ കഴിഞ്ഞിട്ട് ഇയാളുടെ മുഖമൊക്കെ ഒരു ഭാഗത്ത് വല്ലാതെ അങ്ങനെ ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അയാളോട് എന്താ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ സോമസുന്ദരൻ എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഇയാൾ ചോദിച്ചു, നിന്നെ കണ്ടിട്ട് സുന്ദരനാണെന്നൊന്നും തോന്നുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അമ്മാതിരി കമൻസും തമാശകളൊന്നും ക്രൂരമായിട്ടുള്ള തമാശകളൊന്നും ആരും പറയുന്നുണ്ടാവില്ല. പക്ഷേ ഇത് വേറൊരു രീതിയിൽ നടക്കുന്നുണ്ട്. കാശ് കൊടുത്തിട്ടുണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നുള്ളൊരവസ്ഥ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് പണ്ടത്തെ പോലെ ഉണ്ടാവില്ല, പക്ഷേ എന്നാലും മോശമൊന്നുമല്ല. കാരണം ഇപ്പം ഇന്നാളൊക്കെ 2 കൊല്ലം മുമ്പ് ഈ മനോരമക്കാരൻ വിളിച്ചു എന്ന് പറഞ്ഞില്ല. അതിൻ്റെ വിളിച്ചതിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു വെച്ചാൽ അവിടെ ഉണ്ടായിരുന്നൊരു ഡോക്ടർ അയാളുടെ ഭാര്യൻ്റെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ഇയാൾ പൈസ ചോദിച്ചെന്ന് മാത്രമല്ല, പിന്നെ ഇവർ ഫോണിൽ സംസാരിച്ചു. അയാളത് റെക്കോർഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലിട്ടപ്പോൾ ഇയാൾ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ ഭാര്യയ്ക്ക് ഇത്രയും ഒക്കെ ചെയ്തു തന്നില്ല, എന്നിട്ട് നീ എന്താ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. അതും അയാളിട്ടു. അതൊക്കെ ഇട്ട് അത് ഒരു പ്രശ്നമായി. ആ പ്രശ്നമായപ്പോഴാണ് മനോരമക്കാരൻ വിളിച്ച് വീണ്ടും ഒരു വിചാരണയ്ക്ക് സമയമായല്ലോ എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്തയ്ക്കുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ അവർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അന്നത്തെ രീതിയിലല്ല ഇന്നുള്ളത്. അവർ സർജന്മാർ തന്നെയാണ് എല്ലാ കാലത്തും ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. മറ്റ് ഡോക്ടേഴ്സ് അധികം ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സർജന്മാർ എല്ലാ കാലത്തും തൃശ്ശൂരാണ് ഞാൻ പഠിച്ചത്. പിന്നീട് കോഴിക്കോട് PG മാത്രമേ ചെയ്തിട്ടുള്ളൂ. തൃശ്ശൂർ കൃത്യമായിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പേരടക്കം വേണമെങ്കിൽ ഞങ്ങൾ പറയാൻ പറ്റും. പക്ഷേ അവരെ പിന്നീട് അവർ വീട്ടിൽ ചെന്ന് കൊടുത്താൽ കാശ് കൊടുത്താൽ മാത്രം ചെയ്യുക, അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. അന്ന് വൈഡ് സ്പ്രെഡായിട്ട് പ്രൈവറ്റ് ആശുപത്രികൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ പിന്നീട് വൈഡ് സ്പ്രെഡായിട്ട് പ്രൈവറ്റ് ആശുപത്രികൾ വന്നപ്പം ഇതേ ആളുകൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി സർജറി ചെയ്തിട്ട് വരിക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ, അവർ ഡ്യൂട്ടി ഡേ മാത്രം ആ മെഡിക്കൽ കോളേജിൽ നിൽക്കുക, ബാക്കി ദിവസങ്ങളിലെല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ സർജറി ചെയ്യുക, അങ്ങനെ പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അവർ ആക്ച്വലി മാറി. ഇതിൻ്റെയൊക്കെ രീതികൾ മാറുക എന്നുള്ളതേ ഉള്ളൂ. പൈസ അപ്പോഴും വാങ്ങുന്നുണ്ട്, പക്ഷേ ഈ പറയണ പോലെ നിർബന്ധമായിട്ട് വാങ്ങുന്ന പരിപാടികളൊക്കെ അവർ നിർത്തി. ഇതൊക്കെ മോഡിഫൈ ചെയ്ത് വരികയാണ്. പിന്നീട് എന്താ പറയുക, ലീവ് എടുത്ത് പ്രൈവറ്റിൽ പോവുക, പലതരത്തിലത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഈവൻ ഗവൺമെൻറ്റും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിനെ അധികം പോസ്റ്റ് ചെയ്യത്തില്ല. സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ, ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റിൽ, അങ്ങനെ ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് എറണാകുളം പോലത്തെ സ്ഥലങ്ങളിലൊന്നും അവരധികം പോസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കേസുകൾ കുറേയൊക്കെ വെയിറ്റിംഗ് ലിസ്റ്റ് വരുമ്പം സ്വാഭാവികമായിട്ട് പ്രൈവറ്റിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും, വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത കേസുകൾ. അപ്പം അങ്ങനെയൊക്കെ വേറെ വഴികളാണ്. ഇപ്പം ആരും മോശമായി പെരുമാറില്ല, എല്ലാവർക്കും അറിയാം മോശമായി പെരുമാറിയ പ്രശ്നമാണെന്നുള്ളത്. വഴികൾ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ആത്മാർത്ഥയോട് കൂടി ചെയ്യണ ഡോക്ടർമാർ എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ടായിരുന്നു. അത് ഗവൺമെൻറ്റിൽ മാത്രമല്ല, പ്രൈവറ്റിലും എല്ലായിടത്തും ആത്മാർത്ഥമുള്ള മനുഷ്യന്മാർ എല്ലായിടത്തും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു പ്രിൻസിപ്പാളിൻ്റെ, കാരണം ഇയാളെ വീട്ടിൽ വരുന്നില്ല, ഭാര്യമാർ കൊടുത്ത കംപ്ലൈൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ അവർ ഭൂരിപക്ഷമല്ല, അവർ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നു. ചികിത്സ കിട്ടാതെ തിരിച്ചു പോയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ഇത് നമ്മൾ കളക്ട് ചെയ്തു. അതിൽ നമുക്കങ്ങനെ പൊളിറ്റിക്കലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് മാത്രമല്ല, പൊളിറ്റിക്കലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ കൂടെ അവരുടെ സുഹൃത്തുക്കൾ, ഇപ്പോൾ പുത്രന് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ഒരിക്കൽ കൃഷ്ണദാസ്, നമ്മുടെ കൃഷ്ണദാസ് ഇല്ലേ, കൃഷ്ണദാസ് അയാൾ അവസർജനാണ്.
അപ്പോൾ അയാൾ ഒരു കേസ് നമ്മളോട് വന്നിട്ട് പറയുകയാണ്, അയാൾക്ക് അങ്ങനെ പൊളിറ്റിക്സ് ഒന്നുമില്ല, ഇപ്പോഴും ഇല്ല. അയാൾ വന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു പേഷ്യൻ്റ് ഉണ്ട്, അവർ കുറേ കാലമായി അവിടെ കിടക്കുന്നു, പിന്നെ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണദാസിനോട് പറഞ്ഞു അയാളുടെ കേസ് ഷീറ്റ് ഒന്ന് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഞങ്ങൾ സാധാരണതയിൽ ഞാൻ മെഡിക്കൽ കോളേജിലല്ല കേട്ടോ പഠിച്ചിരുന്നത്. ഞാൻ എല്ലാ ദിവസവും രാത്രി മെഡിക്കൽ കോളേജിലെത്തും. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരുപാട് നേരം സംസാരിക്കും. അതിൽ രാഷ്ട്രീയവും ദർശനങ്ങളും സംഗീതവും ചിത്രകലയും സർവ്വസാധനം ഉണ്ടാവും. കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചായ കഴിക്കാനൊക്കെ ആയിട്ട് മെഡിക്കൽ കോളേജ് സർക്കിളിലേക്ക് നീങ്ങുമ്പോഴും കൃഷ്ണദാസിനോട് പറഞ്ഞാൽ കൃഷ്ണദാസ് പോയിട്ട് ആ കേസ് ഷീറ്റ് എടുത്തുകൊണ്ടിരുന്നു. കൃഷ്ണദാസ് ആ കേസ് ഷീറ്റ് എടുത്ത് കൊണ്ടുവന്നു. അതിന് നേഴ്സിൻ്റെ അടുത്ത് നിന്ന് വേണ്ടത്ര ചീത്തയും കേട്ടു. എന്നോട് ചോദിക്കാതെ ആരാണ് പിന്നെ കേസ് ഷീറ്റ് എടുത്തതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിൽ അവർക്കത് ചോദിക്കാം. കാരണം മെഡിക്കൽ കോളേജിൽ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് നേഴ്സുമാർ മാത്രം. ബാക്കി സ്വീപ്പർമാർ തൊട്ട് ഒരു പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് പൈസ കൊടുക്കണം. ഗേറ്റ് കിടക്കണമെങ്കിൽ ഇപ്പോൾ പിന്നെ ടിക്കറ്റൊക്കെ ആയി കേട്ടോ. ഗേറ്റ് കിടക്കണമെങ്കിൽ 25 പൈസ വെച്ച് കൊടുക്കണം. അങ്ങനെയൊക്കെ ആണ്. പിന്നെ ഡോക്ടർമാർക്കാണ്, നേഴ്സുമാർക്കാണ് കിട്ടാത്തത്. അതെടുത്ത് കൊണ്ടുവന്നതിന് അപ്പോൾ അയാൾക്ക് രാഷ്ട്രീയങ്ങളൊന്നുമില്ല, ഒരു പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. മൊത്തം നമ്മളുടെ കൂടെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്ന ഒരു സഹൃദയൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കേസ് സ്റ്റഡി നടത്തിയിട്ട് തന്നെ നമ്മളിത് ചെയ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓരോ കേസ് ഷീറ്റുകളും എടുക്കുകയും കേസ് ഷീറ്റിലുള്ള അവരുടെ അഡ്രസ്സ് വെച്ച് അവരുടെ വീട്ടിൽ പോയി അവരുടെ ചികിത്സാ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്തതിന് ശേഷമാണ് ചെയ്തത്. അതല്ലാതെ ഒന്നല്ല ചെയ്ത്. വെറുതെ നമ്മൾ പുറമേ പറഞ്ഞു കേട്ടിട്ട് മാത്രമൊന്നല്ല ചെയ്ത്. പുറമേ പറഞ്ഞു കേട്ടിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ശരിക്കത്. കാരണം സിനിമാ തിയേറ്റർ പോലെ വലിയ പിന്നെ കൺസൾട്ടിങ് റൂംസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഡോക്ടർമാരുണ്ടായിരുന്നു അവിടെ. അവർക്ക് മെഡിക്കൽ കോളേജിനേക്കാൾ വലിയ OP ആയിരുന്നു വീട്ടിലുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിൽ OP വരുന്നു, ഒന്ന് ഒപ്പിടുന്നു, 1-2 രോഗികളെ വീട്ടിൽ പൈസ കൊടുത്ത് രോഗികളെ അഡ്മിറ്റ് ആക്കുന്നു, അവർ പോകുന്നു എന്നല്ലാതെ. പിന്നെയും മിക്കവാറും ഈ ഹൗസ് സർജൻസ് ചത്ത് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് പോസ്റ്റിംഗ് ഇപ്പോൾ OP OP കഴിഞ്ഞ ഉടനെ കാഷ്വാലിറ്റിയിലേക്കാക്കി. 11 മണി വരെ OP, 11 മണിക്ക് ശേഷം കാഷ്വാലിറ്റി. ആ കാഷ്വാലിറ്റിയിൽ നിന്ന് വാർഡിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ അവർ വാർഡിലേക്ക് പോകണം. ഇതിൻ്റെ ഇടയിൽ ഇവർക്ക് ചായ കുടിക്കാനോ പിന്നെ വേറെ എന്തിനെങ്കിലും ഒരു സൗകര്യമില്ല, സമയമില്ല, ഒന്നുമില്ല. അതൊക്കെ അവരെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ അക്കൗണ്ടിൽ മറ്റൊരു പൈസ വാങ്ങിക്കുന്നത്. സർക്കാർ ഉണ്ടാക്കി വെക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ പണിയെടുക്കാൻ കുറേ സർജന്മാർ, പൈസ വാങ്ങിക്കാൻ വലിയ ഡോക്ടർമാർ. കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതല്ലാതെ ഒന്നുമല്ല. ഡോക്ടർമാർക്ക് ചില ഡോക്ടർമാർക്ക് അവരെ ആ ലിസ്റ്റിലുള്ളവരൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒരു സ്റ്റുഡൻസിലില്ല. കാരണം എന്താ അറിയോ, ഈ ഡോക്ടർ വിചാരണ ചെയ്ത കേസിൽ എന്നെ പോലീസ് പിടിച്ചിരുന്നു പറഞ്ഞാൽ പോലീസ് അടിക്കുകയും ചെയ്തിരുന്നു. ഞാൻ ആസ്പത്രിയിലും ജയിലിലും കിടന്നു. എന്നിട്ട് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആദ്യം പോയത് ഫസ്റ്റ് ബ്ലോക്കിലാണ് മെഡിക്കൽ കോളേജിൽ. അവിടെ ഒരു പ്രശ്നമില്ല. മാത്രമല്ല ഈ കേസിനോടനുബന്ധിച്ച് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട 2 ഡോക്ടർമാരുണ്ടായിരുന്നു. ഒന്ന് CP ശ്രീധരൻ, കണ്ണൂരാണ്. പിന്നെ അസീസ്, ഇപ്പോൾ ദയ ഹോസ്പിറ്റലിലുള്ള. അപ്പോൾ CP ശ്രീധരനെ പിന്നീട് ഡോക്ടർമാരുടെ ഉള്ളിൽ ഇതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം കൈക്കൂലി വാങ്ങിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണുള്ളത്. അവർക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് സ്റ്റുഡൻസ് അതിനെ നേരിട്ടു എന്നുള്ളതാണ്. സ്റ്റുഡൻസ് യൂണിയൻ്റെ ഇനാഗ്രേഷന് ഡോക്ടറെ വിചാരണ ചെയ്ത കേസിലെ പ്രതിയായ CP ശ്രീധരനെ ഉദ്ഘാടനത്തിന് വിളിച്ച്. ഒരു പ്രശ്നം ഉണ്ടായില്ല. വിദ്യാർത്ഥികളുടെ ഇടയിൽ എതിർപ്പുകളുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ എതിർപ്പുകളെ മറികടക്കാവുന്ന രീതിയിലുള്ള സ്വാധീനം ഈ രീതിയിലുള്ള കാഴ്ചപ്പാടുകൾക്കോ പ്രവൃത്തികൾക്കോ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അതങ്ങനെ. ഇന്നുണ്ടാവില്ല. അല്ല, ഇന്നിപ്പോൾ പൊളിറ്റിക്സ് തന്നെ അല്ല. കാരണം എന്താ അറിയോ, കുട്ടികളൊക്കെ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ നിന്ന് നേരിട്ട് വരുന്നതല്ലേ. ഇവർക്ക് എന്ത് പൊളിറ്റിക്സ്, ഒരു പൊളിറ്റിക്സും ഇല്ല എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ മകൾ പിന്നെ നീ എന്താ ആർക്കാ വോട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയും, അച്ഛ BJPക്ക് വോട്ട് ചെയ്താൽ മതി, ഞാൻ SFI ആണ്. അവളെ SFI ആണ്, BJPക്ക് വോട്ട് ചെയ്താൽ മതി എന്നാണ് പറയുക. അപ്പോൾ ഞാനില്ല എൻ്റെ ചിത്രം കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു ഇത് ആരുടെ ഫോട്ടോ ആണെന്ന് ചോദിച്ചു. എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചതേ. അവിടെ അങ്ങോട്ട് കയറുന്നിടത്ത് തന്നെ SFIൻ്റെ യൂണിയൻ ഓഫീസാണ്. അപ്പോൾ അവിടെ ലെനിൻ്റെയും ജഗുവേരിൻ്റെ ഒക്കെ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്, കരിക്കട്ടയുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം ചെന്നിട്ട് ചോദിച്ചു ഇങ്ങനെ ഇത് ആരുടെ ഫോട്ടോ, എനിക്കറിയില്ല. അവൾ SFI ആണ്. കാരണം എന്താ വെച്ചാൽ
SFIക്കാർ സമരത്തിന് വിളിച്ചുകൊണ്ട് പോകും. ചേച്ചിമാർ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാതിരിക്കാൻ പറ്റില്ല. സീനിയേഴ്സിനോട് അമിതമായിട്ടുള്ള ഭക്തിയാണ്, വിധേയത്വം. അല്ല, ഇന്നത്തെ ഈ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊരു ചർച്ചയോ അങ്ങനെ കോളേജിൽ സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്കൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ ഇപ്പം വേറൊരു കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് വന്നത്, വേണു പറഞ്ഞിരുന്നു എല്ലാ ദിവസവും മെഡിക്കൽ കോളേജിൽ വരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു പുറത്തുനിന്ന് ഒരാൾക്ക് ഹോസ്റ്റലിൽ കയറാനോ അങ്ങനെ ഒന്നും പറ്റില്ല. കാരണം അത് കാരണം ഇങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒന്നും ഇല്ലാതെയുള്ള തരത്തിലാണ്. ഓപ്പണല്ല, തീരെ ഓപ്പണല്ല. ഇങ്ങനൊരു പരിപാടി ആലോചിക്കാൻ തന്നെ പറ്റില്ല. ഇങ്ങനെ ഇപ്പോൾ നമ്മളൊക്കെ ചെയ്തിരുന്ന സമയത്ത് അവിടെ വന്ന് ഹോസ്റ്റലിൽ കിടന്നിരുന്ന ആൾക്കാരും ഇപ്പം തന്നെ എല്ലാം അറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം ഇപ്പം ആലോചിക്കാൻ പറ്റില്ല പുറത്തുനിന്നുള്ള ഒരാൾക്കും അവിടെ ചോദിച്ചു. പക്ഷേ അതിനേക്കാളും ഭീകരമായിട്ട് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഹോസ്റ്റലിൽ നടക്കുന്നതും പ്രശ്നമായിരിക്കും. ഇന്റർവെൻഷൻ മെഡിക്കൽ നിർദ്ദേശമായിട്ടൊന്നും പറയാനില്ല. പൊതുവെ ഇടതുപക്ഷത്തിനൊക്കെ വലിയ സ്വാധീനമുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഇടതുപക്ഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എതിരാണെന്നാണല്ലോ വെപ്പ്. അവർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിരോധിക്കപ്പെട്ട മരുന്നുകൾ എഴുതാതിരിക്കുകയും ഡോക്ടർമാരെ ഈ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. ഡോക്ടർമാർക്ക് സ്വയം തീരുമാനിക്കാവുന്നതാണ്. കാരണം IMAയിലൊക്കെ നല്ലൊരു ശതമാനം സ്വാധീനമുള്ളൊരു ഇടതുപക്ഷ പ്രസ്ഥാനമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അവർക്കൊക്കെ തീരുമാനിക്കാം. രാഷ്ട്രീയമായിട്ടൊരു സത്യസന്ധതയുള്ള ഒരു മൂവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാവുന്നതാണത്. പക്ഷേ അതൊന്നും നടക്കില്ല എന്ന് എനിക്ക് അറിയാം. കാരണം ഇപ്പോൾ ഇടതുപക്ഷമൊക്കെ അങ്ങനെ ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ ഒരു സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റിനെ പറ്റി, ഇപ്പോൾ ഹെൽത്ത് കെയറിനോടുള്ള ഒരു സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റ് ഇന്ന് കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയുള്ള ഉണ്ടാവണമെന്നായിരിക്കും? എനിക്ക് പറയാൻ പറ്റില്ല അത്. കാരണം പല രീതിയിലുള്ള ശ്രമങ്ങളും പല ഭാഗത്തുമായിട്ട് നടക്കുന്നുണ്ട്, ചെറിയ ചെറിയ ശ്രമങ്ങളൊക്കെ. അതൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് വലിയൊരു സംഭവമാക്കി മാറ്റാൻ പറ്റുമോ എങ്കിൽ ചെറിയ പ്രയോജനമൊക്കെ ഉണ്ടായേക്കാം. ഈ രാമചന്ദ്രന്റെ കേസ് സ്പെസിഫിക്കായിട്ട് പറഞ്ഞു, അതൊക്കെ വേറെ എന്തെങ്കിലും വഴിക്ക് തിരിഞ്ഞത്? ഇല്ല, അയാളെ ട്രാൻസ്ഫർ ചെയ്തെന്നുള്ളതാണ്. ഇവരൊക്കെ പോയതിന് ശേഷം അതിന് ഫോളോ അപ്പ് ഉണ്ടായില്ല. ഫോളോ അപ്പ് ഉണ്ടാകാതിരിക്കാനുണ്ടായ പ്രധാന കാരണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമ്മുടെ കാലിൻ്റെ ഇടയിൽ മണ്ണ് വലിച്ചു പോയി. പിന്നെ നമുക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാതെയായി. അതാണ് ഉണ്ടായത്. കെയർ വർക്കിൻ്റെ ഒരു ഇപ്പോഴുള്ള ഒരു മൊഡാലിറ്റി എന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ്. നഴ്സുമാരും ആശാ വർക്കേഴ്സും മാത്രമല്ല, നമ്മുടെ എല്ലാ വീടുകളുടെയും വാതിൽക്ക് ഇപ്പോൾ സെക്യൂരിറ്റി ഉണ്ട്. ഇവരൊരു പ്രൈവറ്റ് മിലിഷ്യയാണ് നമ്മൾ ഹിസ്ബുള്ള എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളെന്തോ വേറെ സാധനമാണെന്ന് വിചാരിക്കും. പക്ഷെ ഇതാണ് ശരിക്കും ഒരു പ്രൈവറ്റ് മിലിഷ്യയാണ്. അവരാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഒരു കെയറിൻ്റെ ഒരു പബ്ലിക് രൂപം എന്ന് പറയുന്നത് സെക്യൂരിറ്റി. അത് നിങ്ങളെങ്ങനെയാണ് കാണുന്നത്? ഈ സമരങ്ങളൊക്കെ അധികാരം എന്ന് പറയുമ്പോൾ ഈ സെക്യൂരിറ്റിക്കെതിരായ, അതോ അതേതെങ്കിലും തരത്തിൽ നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണോ ഈ സെക്യൂരിറ്റിയോടുള്ള നമ്മുടെ, അതോ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമുക്കെല്ലാം വേണ്ട ഒരു, അതാണ് ചോദ്യം. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന കോളേജിലാണെങ്കിൽ ഇപ്പോൾ എല്ലാ IITകളും ഇപ്പോൾ വലിയ ന്യൂക്ലിയർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നമ്മളവിടെ ചെല്ലണം,
എല്ലാവരും ID കാർഡ് ഉള്ളവർക്ക് Yes. എഡ്യൂക്കേഷൻ സൂക്ഷിക്കാറാൻ പറ്റുള്ളൂ. എൻ്റെ ക്ലാസ്സിൽ കയറണമെങ്കിൽ നമ്മുടെ ലെക്ചർ ഹോൾ കോംപ്ലക്സിൻ്റെ മുകളിൽ 8 മണിക്ക് സെക്യൂരിറ്റിയുടെ ഒരു ക്യൂ ആണ് എല്ലാ കുട്ടികളും. അപ്പം ഞാനൊരു ദിവസം ഇവരോട് ചോദിച്ചു, നിങ്ങൾ ആരെ പേടിച്ചിട്ടാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഹം ടെററിസ്റ്റ് കോ ആപ്കെ ക്ലാസ് മേ കുസ്നെ നൈ ദേങ്കി. അത് രാവിലെ 8 മണിക്ക് എൻ്റെ ക്ലാസ്സിൽ കയറാൻ വരുന്ന ടെററിസ്റ്റ്. ഇതിങ്ങനെ ഒരു സാധനമുണ്ട്. ഇത് വലിയ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റാണ് ഇത്. അപ്പോൾ ഇതുപോലെ JNUവിൽ സമരം നടക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ JNU എന്ന് വരുന്ന കുട്ടികൾ ഓഡിറ്റ് ഇരിക്കും. അപ്പോൾ അവർക്ക് ആർക്കും വരാൻ പറ്റില്ല. അവർ ഫോൺ ചെയ്തു, സെക്യൂരിറ്റി കയറ്റി വിടുന്നില്ല. അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചോ, പറഞ്ഞു ഇല്ല, JNU എന്നുള്ള കുട്ടികളെ കയറ്റി വിടരുതെന്ന് സെക്യൂരിറ്റിയുടെ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ വേഗം സെക്യൂരിറ്റി ഇൻചാർജിനെ വിളിച്ചു. പുള്ളി പറഞ്ഞു അങ്ങനെ ഒരു ഓർഡറും നമ്മൾ ഒരിക്കലും ഇറക്കില്ല, ഒരു ഓർഡറും ഇറക്കിയിട്ടില്ല. പിന്നെ ഞാൻ ഇപ്പോൾ അന്വേഷിച്ച് പണി ഈ പ്രൈവറ്റ് ഈ സെക്യൂരിറ്റികളെല്ലാം വരുന്നത് പ്രൈവറ്റ് എക്സ് മിലിറ്ററിക്കാർ നടത്തുന്ന പ്രൈവറ്റ് ഏജൻസിയിൽ നിന്നാണ്. അപ്പോൾ അവരോട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, എല്ലാ JNU സ്റ്റുഡൻസും ആൻറ്റി നാഷണലാണ്, നിങ്ങൾ എവിടെയാണെങ്കിലും ബാങ്കിലാണെങ്കിലും അവിടെ ഒന്നും ഒരു JNUക്കാരെയും കയറ്റി വിടരുത്. അപ്പോൾ ഇത് ഈ വേറൊരു തരത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്. പക്ഷേ അവർ വന്നിരിക്കുന്നത് ഇന്നിപ്പം പ്രോലിറ്റേറിയറ്റ് എന്ന് ഇപ്പോൾ ഇടതുപക്ഷം അംഗീകരിക്കുന്ന ഒരേ ഒരു വർക്കേഴ്സ് സെക്യൂരിറ്റി സ്റ്റാഫാണ്. അവരാണ് നമുക്ക് വേണ്ടി ശരിക്കും നിൽക്കുന്നത്. ബാക്കി എല്ലാവരും ശമ്പളത്തിന് വേണ്ടിയൊക്കെ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതൊരു ഞങ്ങളുടെ കൂടെയുള്ള ഞാനൊരു സാധാരണ ഡോക്ടറാണ്, ശമ്പളം വാങ്ങി പണിയെടുക്കുന്നത് മാത്രമേ. പക്ഷേ ഇതല്ലാതെ ഞാനൊരു കോർപ്പറേറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. വളരെയധികം പേഷ്യൻസ് ഉള്ള വലിയ പ്രാക്ടീസ് ലോകമുള്ള ഒരുപാട് വെൽത്തുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. പലപ്പോഴും പൊതുജനത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിനും വളരെയധികം വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങനെ അവിടെ കൂടെ നടക്കുന്നു, വേറെ ഡോക്ടർ ഒരു പക്ഷേ എൻ്റെ അത്ര തന്നെ ക്വാളിഫൈഡ് അല്ലാത്ത എന്ന് പറയാവുന്ന ഒരു ഡോക്ടർ, അദ്ദേഹം ഒരു വലിയ ഒരു ജെൻഡർ ബയാസൊക്കെ ഉണ്ട്. ഒരു മെയിൽ തന്നെ സങ്കല്പിക്കുക, ഒരു മെയിൽ, ഈ കാറുകളുടെ പേരൊന്നും എനിക്കറിയില്ല, ഒരു വലിയ കാറിൽ വന്നിറങ്ങുന്നു, വളരെ എന്താ പറയുക ബ്രാൻഡഡ് ഡ്രസ്സ് എല്ലാം ഇട്ടിട്ട് ആളുടെ OPയിലേക്ക് അയാൾ പോകുമ്പോൾ OPയും വളരെ സെറ്റപ്പാണെന്നുണ്ടെങ്കിൽ പേഷ്യൻസ് സ്വാഭാവികമായിട്ട് ഈ ആളിനോടാണ് ഒരു വിധേയത്വം, അതവർക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അവരുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുമ്പം ആക്ച്വലി അവർക്ക് നമ്മളോട് ഒരു വിധേയത്വം കുറവാണ് വരിക. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇതെല്ലാം വളരെ കോർപ്പറേറ്റിൽ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ അതുകൊണ്ടാണ് കോർപ്പറേറ്റുകൾ ഡ്രസ്സിങ് ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധ വെക്കുന്നത്. അപ്പോൾ ഈവൻ നമ്മൾ ഡ്രസ്സിങ് വരെ നമ്മളെ തെറ്റായിട്ട് നമ്മൾ ശരിയല്ല എന്ന് അവർ പറയും. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഡോക്ടർ എന്നോട് ഒരു ദിവസം പറഞ്ഞു, അദ്ദേഹം എന്താ പറയുക സെക്യൂരിറ്റി ബൗൺസേഴ്സ്, ദാറ്റ് വാസ് എ ടേം ഹി യൂസ്ഡ്. അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിന് മുമ്പിലും വീടിന് മുമ്പിലും ഹി ഹാസ് ഗോട്ട് ഹിസ് ഓൺ സെക്യൂരിറ്റി സിസ്റ്റം. അതായത് പേഷ്യൻസ് എപ്പോൾ വേണമെങ്കിലും ഇദ്ദേഹത്തെ ആക്രമിച്ചേക്കാം എന്നുള്ളൊരു ചിന്തയിലാണ്. ഈ ടെററിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് ഹീസ് ലിവിങ് അല്ല, ഇങ്ങനെയുള്ള കുറേ ഡോക്ടേഴ്സ് ഉണ്ട് ആക്ച്വലി. ആൻഡ് ദേ ഹാവ് ഓൾസോ ദെയർ പ്രൈവറ്റ് സെക്യൂരിറ്റി സിസ്റ്റം. അവരുടെ ഇതിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനായിട്ട് ഒക്കെ അവർ ആക്ച്വലി അവരുടെ ബൗൺസേഴ്സിനെ അവർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾസോ ഹോസ്പിറ്റൽ ഹാസ് ഗോട്ട് കൊട്ടേഷൻ ടീം. അപ്പം ഇതെല്ലാം അവിടെയുണ്ട്. ആൻഡ് IMAയുടെ തന്നെ ഫ്ലാറ്റുകളെല്ലാം വരുന്നുണ്ട്. ഞാൻ ഒരു വീട് അന്വേഷിക്കുന്ന സമയത്ത് എന്നോട് ഒരു IMAയുടെ തന്നെ ഫ്ലാറ്റൊക്കെ പെരിന്തൽമണ്ണയൊക്കെ വരുന്നുണ്ട്, ഫ്ലാറ്റും വില്ലാ സിസ്റ്റവും ഒക്കെ. അപ്പം ഞാൻ ആക്ച്വലി അവിടെ ചേർന്നില്ല. എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആണ് വരാൻ പോകുന്നത്. അപ്പം ഇവർ നമ്മളോട് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമല്ലോ കാര്യങ്ങളൊക്കെ. അപ്പം ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് വരാൻ പോകുന്നത്. വില്ലാസിന് ഇത്ര 1 crore ഇതൊക്കെ പൈസയുണ്ട്. ഇതൊക്കെ അവിടെ തന്നെ കൺസൾട്ടേഷൻ റൂം ഉണ്ടാവും. അവിടെ തന്നെ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ നടത്താം. അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ഉണ്ടാവും, വലിയ എല്ലാ പ്രൊട്ടക്ഷൻസും ഉണ്ടാവും. ആക്ച്വലി അത് കഴിഞ്ഞിട്ട് ഈ ഡോക്ടേഴ്സ് മാത്രമുള്ള കമ്മ്യൂണിറ്റി. അവിടെ നിന്ന് പുറത്തിറങ്ങി നമ്മുടെ കാറിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുന്നു, അവിടെ ഇറങ്ങുന്നു. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ തന്നെ ഇപ്പോൾ ഡോക്ടേഴ്സ് അണ്ടർ ത്രെറ്റ്, എപ്പോൾ വേണമെങ്കിലും പബ്ലിക് ഡോക്ടേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ആക്ച്വലി ഇവർ സംസാരിക്കുമ്പം വരുന്ന ഇവരുടെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എയർപോർട്ട് മോഡൽ ഒരു സിസ്റ്റം ഹോസ്പിറ്റലിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അതായത് വന്ന് ഇറങ്ങി ഫുൾ ഇതൊക്കെ ചെയ്ത് അകത്തേക്ക് കയറുക, ഒരു ബൈസ്റ്റാൻഡറിനെ മാത്രം വിടണം,
അത് ഇപ്പം അതില്ല, പക്ഷേ അതും വരും. അപ്പം ആ ഒരു ഇതിലേക്കും കൂടി നമ്മൾ എത്തുന്നതോട് കൂടിയിട്ട് നമ്മൾ ആക്ച്വലി പേഷ്യൻസ് എന്ന് പറയുന്ന ആളുകളിൽ നിന്ന്, അതായത് പൊതുസമൂഹത്തിൽ നിന്നും അങ്ങേയറ്റം ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരു ഡോക്ടറുടെ ജീവിതത്തിൻ്റെ ഇതായിട്ട് വരുന്നത്. എൻ്റർടൈൻമെൻറ്റ്സും ഒക്കെ അവർ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. സ്പോർട്സ്, എൻ്റർടൈൻമെൻറ്റ്സ്, സിനിമ, ഇതെല്ലാം അവരുടേതായ ആ ലൈഫെല്ലാം ഇപ്പോൾ ഉണ്ട്. നമ്മളതിന് പാർട്ടാവണോ ഇല്ലയോ എന്നുള്ളത് ദാറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. പക്ഷേ ഇത് പോകുന്നത് അങ്ങനെയാണ്. അതായത് പുറത്തുള്ള എല്ലാ മനുഷ്യരെയും ഒരു തരത്തിൽ പറഞ്ഞാൽ ടെററിസ്റ്റുകളായി കാണുന്ന ഒരു രീതിയിലേക്ക് തന്നെയാണ് എപ്പോൾ വേണമെങ്കിലും ഒരു ഡോക്ടറെ ആക്രമിക്കപ്പെടാം. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സോളിഡാരിറ്റി കൂട്ടാനും കൂടിയാണ്. ആ കമ്മ്യൂണിറ്റി എന്നുള്ള നിലയ്ക്ക് അംഗങ്ങൾ തമ്മിലുള്ള ഒരു സോളിഡാരിറ്റി, അവർ തമ്മിലുള്ള വ്യത്യാസങ്ങളെല്ലാം മറന്ന് നമ്മളെപ്പോഴും ഒന്നിക്കും. മറ്റ് പുറത്തുള്ളവർ വേറെയെന്നും നമ്മൾ ഒരുമിച്ചെന്നും, പുറത്തുള്ളവർ നമ്മളെപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാം എന്നുള്ളൊരു തോന്നലുണ്ടായാൽ തന്നെ അകത്തുള്ളവരുടെ തമ്മിലുള്ള ഐക്യം കൂടുകയും പുറത്തുള്ളവരോട് ഒരു വേറെയായി കാണുന്ന ഒരു ഇതിലേക്ക് പോവുകയും ചെയ്യും. അത് ആക്ച്വലി കമ്പാഷനെയും കെയറിനെയും കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. 2 മിനിറ്റ് കൂടി ഉണ്ട്. നമുക്കൊരു 5 മിനിറ്റ് കൂടി ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ആക്ച്വലി ഹൈദരാബാദിൽ ഇതുപോലെ എനിക്കറിയാവുന്ന ഒരാളുണ്ട്. അയാൾ ഈ ഡോക്ടറുടെ ഒപ്പം നിൽക്കുന്ന നേഴ്സാണ്. അപ്പോൾ പുള്ളി ഇടയ്ക്ക് തന്നെ വിളിക്കും, ഇങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുന്നുണ്ടോ, ഉണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വിടണം, ഇത്ര ഡിസ്കൗണ്ട് ഇത് വരുന്ന തരാം. അപ്പോൾ ഇങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി എന്ന് ചോദിച്ചപ്പോൾ അവസാനം ഞാൻ കാര്യം മനസ്സിലാക്കുന്നത്, ആ പെർട്ടിക്കുലർ ദിവസങ്ങൾ എത്രയെന്ന് എനിക്ക് ഓർമ്മയില്ല, ഈ ഡോക്ടറിൻ്റെ ടാർഗറ്റ് 1.5 കോടിയാണ്. ലെസ് ദാൻ 3 months, ദാറ്റ്സ് ഫോർ ഷുവർ. ഈ 1.5 കോടിയിലാണ് ഇവരുടെ കോൺട്രാക്ട് ഇരിക്കുന്നതും ഇയാളുടെ സാലറി ഇരിക്കുന്നത്. സോ ഇത്രയും പേഷ്യൻസിനെയും ഇയാൾ വന്നത് പ്രമാണിച്ച് ഇവർ മേടിച്ച് വെച്ച ഒരു സ്കാനിങ് മെഷീൻ പോലത്തെ എന്തൊരു സാധനമുണ്ട്, അതിൻ്റെ ടാർഗറ്റും ഇയാൾക്ക് ഫുൾഫിൽ ചെയ്യണം. സോ ആ രീതിയിലാണ് ആ ഒരു പെർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ ഇയാളുടെ വാർഡിലേക്ക് വരുന്ന ഇത് ആര് വരുന്നു എന്നുള്ളതനുസരിച്ചാണ് ഈ പൈസ പോലും അതിൻ്റെ എനിക്കറിയില്ല. ഇപ്പോൾ ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതുന്നൊരു സർജറി പോലും ശരിക്കും ആവശ്യമുണ്ടോ എന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ ആ പുള്ളി പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിൽക്കുന്നത്. ഇതിൽ റെലവൻ്റ് ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഷെയർ ചെയ്തു.